മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബബിതയെടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം നീ അറിയുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് പോലും നീ അറിഞ്ഞില്ല. അപ്പോൾ ബബിത പറയാണ്, ഞാൻ കടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയച്ച, അതുകൊണ്ടാണ് അച്ഛൻ വന്നത്, ഞാൻ അറിഞ്ഞില്ല എന്ന് ബബിത പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, രോഹിത്താണെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ടതെല്ലാം തന്നു. മക്കളെ ഇത്രയും നന്നായിട്ട് വളർത്തിയതിൻ്റെ കൂലി അവൻ തന്നു. ഇനി ആരൊക്കെയാണോ ഇതേപോലെ ഓരോന്നും ഞങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. പിന്നെ എന്തും അനുഭവിക്കുന്ന ഒരു മനസ്സ് എനിക്കിപ്പോൾ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബബിതയാണെങ്കിൽ ഒന്നും പറയുന്നത് കുഞ്ഞിക്കയാണ്, ഇവിടെ ഇരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്, എന്തായാലും കോളേജിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി അച്ഛാ എന്ന് പറഞ്ഞ് ബബിത അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അലീന അവിടെ കിച്ചൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന അങ്ങോട്ട് വരികയാണ്. അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? അച്ഛൻ്റെ മനസ്സ് വിഷമിച്ചൂടാന്ന് ഡോക്ടർ പറയുകയല്ലേ, പിന്നെ എന്തിനാ അച്ഛനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എങ്ങനെ ഇതൊക്കെ ഓർത്ത് വിഷമിക്കാതിരിക്കും മോളെ, ഒന്നുമില്ലെങ്കിൽ രോഹിത്തിൻ്റെ മോനായി പോയില്ലേ എന്നോർത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്താ എൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വൈജ പറയുന്ന പോലെ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ഞെട്ടുകയാണ്. ഞാൻ വന്നിട്ടോ? അതെ, നീ വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കുടുംബം എങ്ങനെയാണ് കെട്ടിപ്പൊക്കേണ്ടത്? സ്നേഹം, വിശ്വാസം, കരുതൽ, കൂട്ടായ്മ, ഇതെല്ലാം കൊണ്ടല്ലേ കെട്ടിപ്പൊക്കേണ്ടത്. നീ വരുന്നതിന് മുമ്പ് ഈ കുടുംബത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. നീ വന്നതിന് ശേഷമാണ് അതൊന്നും ഇല്ലാതായത്. അപ്പം വൈജ പറയുന്നത് ശരിയല്ലേ? ഈ കുടുംബത്തേക്ക് നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നാശമായെന്ന് വൈജ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, അച്ഛനും എന്നെ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നശിച്ചതാണോ മാഡത്തെ പോലെ തന്നെ അച്ഛനും കരുതിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവരൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ, അത് ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടായിരിക്കുകയാണ്. പിന്നെ നീ വന്നതിന് ശേഷമാണ് ഇത് തകർന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. നീ വന്നതിന് ശേഷമാണ് ഇതെല്ലാവരും കൂടെ വെറും കളിമണ്ണ് വെച്ച് കെട്ടിപ്പൊക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായത്. വിശ്വാസം ഇല്ലാതായി, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, ആർക്കും കരുതലില്ല, ഇതെല്ലാം ഒരു പ്രഹസനം മാത്രമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ വിഷമത്തോടെ ബാലേന്ദ്രനെ നോക്കുവാണ്. അതുവരെ എല്ലാവരും നിറഞ്ഞാടി ഇവിടെ. അതിനുശേഷമാണ് ഞാനും അറിഞ്ഞത് അത്രയും നാളും ഞാൻ വിശ്വാസത്തിലെടുത്ത പലരും എന്നെ വഞ്ചിക്കുകയായിരുന്നെന്ന്. ആ കണ്ടെത്തൽ എന്നെയും തകർത്ത് കളഞ്ഞു. ഞാനും എൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കാതായോ എന്നൊരു സംശയം, എൻ്റെ മക്കളെ ശ്രദ്ധിക്കാതായോ എന്ന് ബാലേന്ദ്രൻ ഒരു വിഷമത്തോടെ പറയാണ്. പിന്നെ വൈജ, അവളാണെങ്കിൽ എന്നും അവളുടെ വാശിയുടെ കൂടെ തന്നെയായിരുന്നു. മക്കളുടെ കാര്യമായാലും ആരുടെ കാര്യമായാലും അവൾക്കൊന്നും അറിയണ്ട, എന്നും അവളുടെ വാശി ജയിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അവൾ ഇപ്പോഴും വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ജയിക്കാൻ. ഇത്രയും തെറ്റ് ചെയ്തിട്ട് ഇത്രയും വർഷം എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പോലും അവൾക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. പിന്നല്ലേ ഇനിയൊരു കുറ്റബോധം തോന്നാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, അച്ഛൻ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവാനാ മോളെ? ഒരു മോനുണ്ട്, അവൻ ജയിലിലായി. പിന്നെ 2 പെൺപിള്ളേർ, അവർക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യ. പിന്നെ ഭാര്യ എന്ന് പറയുന്നവൾ ഇപ്പോഴും കുടുംബ കോടതി പോകാനായിട്ട് റെഡിയായിട്ട് ആശുപത്രി കിടപ്പുണ്ട്. ഇനി എന്ത് ശരിയാവാനാന്ന് പറയാണ്. ആരുടെയും വാശിയും വൈരാഗ്യമൊന്നും മാറാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് വൈജയുടെ. അപ്പം അലീന പറയാണ്, ഒരു ശ്വാസം ഒന്ന് നിലച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പുഴുവരിക്കാനുള്ള ഒരു ശരീരം മാത്രമാണ് നമ്മുടെയൊക്കെ. പിന്നെ ഈ വാശിയും വൈരാഗ്യവും കാണിച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അത് പതുക്കെ കൊണ്ട് മനസ്സിലാക്കും, അപ്പോൾ എല്ലാവരും നന്നാവാൻ തുടങ്ങും എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഇനി എല്ലാം തകർന്നല്ലോ, എൻ്റെ മോൻ്റെ ജീവിതം പോയി, അവൻ അങ്ങനെ ഒരു വഴിയിലായി. ഇനി 2 പെൺപിള്ളേരുണ്ട്, അവർക്കും ഈ വീട്ടിനകത്ത് മാത്രമേ ഇരിക്കാനേ പറ്റത്തുള്ളല്ലോ. പുറത്തോട്ടിറങ്ങിയ നാട്ടുകാർ കൂകി വിളിക്കും, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നും പറഞ്ഞ് സങ്കടത്തോടെ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അപ്പം അലീന പറയാണ്, അച്ഛൻ സമാധാനപ്പെട്ട്, എല്ലാം ശരിയാവും. പിന്നെ അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ കാരണമാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് അച്ഛന് ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്കെപ്പോഴും നിങ്ങളുടെ സമാധാനവും സന്തോഷം മാത്രമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ആർക്കും ഒരു ബാധ്യതയായി ഇവിടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വൈജയാണെങ്കിൽ കൃഷ്ണമോളെ വിളിക്കുകയാണ്.
അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. എന്താ അമ്മ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഏയ് ഞാനിവിടെ കുറേ ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ആരും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറയാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, അച്ഛൻ ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വന്നതേ ഉള്ളൂ. അമ്മ അറിഞ്ഞു കാണുമല്ലോ. ഓ അതൊക്കെ അറിഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ അവിടെ അലീന എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അതിനെന്താ സംശയം, ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയെന്ന് കൃഷ്ണമോളാണെങ്കിൽ വൈജിയെടുത്ത് പറയാണ്. ഓ നിനക്കെപ്പോഴും അവളുടെ വാലെ തൂങ്ങി നടക്കാനാണല്ലോ ഇഷ്ടം, അതാ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാണ്. ആ അത് തന്നെ എനിക്കിഷ്ടം, എനിക്കെപ്പോഴും അലിനി ചേച്ചിയുടെ കൂടെ നടക്കാൻ തന്നെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് എന്താ വേണം, എന്താ അമ്മ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല, അവളുള്ള ആ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല എന്ന് വൈജ പറയാണ്. അപ്പം ഉടനെ കൃഷ്ണമോള് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്നാണ് അലിനി ചേച്ചിയോടുള്ള വൈരാഗ്യം മനസ്സിൽ നിന്ന് മാറുന്നതെന്ന് ചോദിക്കുകയാണ്. അത് മാറണമെങ്കിൽ ഒന്നേ അവൾ ആ വീട്ടിൽ നിന്ന് പോകണം, ഇല്ലെങ്കിൽ അവൾ മരിച്ചെന്നുള്ള വാർത്ത കേൾക്കണം, എന്നാൽ മാത്രമേ എനിക്ക് അവളോടുള്ള വൈരാഗ്യം മാറത്തുള്ളെന്ന് അല്ല വൈജ പറയണേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇത്രയും ക്രൂരിയാവാൻ പാടില്ല. ഇപ്പം എനിക്ക് നാണക്കേട് തോന്നുന്നു, അമ്മ ഇത്രയും ദുഷിച്ച രീതിയിൽ ചിന്തിക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് നാണക്കേട് തോന്നുന്നു. മാത്രമല്ല എനിക്ക് അമ്മയുടെ മോളാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണെന്നും പറഞ്ഞ് കൃഷ്ണമോൾ ഫോൺ വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. വൈജ ഇങ്ങനെ ദേഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ ദേഷ്യം മൊത്തം അലീനയോടാണ് വൈജയ്ക്കുള്ളത്.